വിശ്വാസത്തിൻ്റെ വഴികളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഈശോയെ ചേർത്ത് പിടിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പോലും ആത്മഹത്യയുടെ വാർത്തകൾ, പ്രത്യേകിച്ച് വൈദികരുടെ ആത്മഹത്യയുടെ വാർത്തകൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വിവിധ വിഷയങ്ങളിൽ അല്ലെങ്കിൽ വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ സാഹചര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാനുള്ള ജാഗ്രത, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. വീണ്ടും നമ്മൾ ആ വിഷയവുമായി വരുമ്പോൾ സമകാലിക വിഷയങ്ങൾ ചേർത്തുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നത്, വിശ്വാസത്തെ ചേർത്തു പിടിച്ച്, ക്രിസ്തുവിനെ ചേർത്തു പിടിച്ച് ഈ പ്രതിസന്ധി കാലത്തെ എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കാൻ, അതിനുവേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ളത് അധ്യാപികയും സാമൂഹിക നിരീക്ഷകയുമായ പ്രൊഫസർ ഡോക്ടർ മേരി റെജീന, ഒപ്പം തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ ദേവ് അഗസ്റ്റിൻ അക്കര. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കീന ഫയർ റൂമിലേക്ക് സ്വാഗതം. ദേവച്ച, ഒരിക്കൽ കൂടി സ്വാഗതം ഷെക്കീന ഫയർ റൂമിലേക്ക്. നമ്മൾ കഴിഞ്ഞ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടു ഒരു വൈദികൻ്റെ ആത്മഹത്യ. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ രീതിയിൽ ചർച്ചയായി. കാരണം അതിന് ഒരുപക്ഷെ ആത്മഹത്യകൾ ഈ രാജ്യത്ത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മൾ. എല്ലാ വർഷവും എനിക്ക് 20-25% വർധനവ് നമ്മൾ കാണുന്നു. എങ്കിൽ പോലും ഒരു വൈദികൻ്റെ ആത്മഹത്യ സംഭവിക്കുമ്പോൾ അത് പല അർത്ഥത്തിൽ ചർച്ചയിലേക്കാകാറുണ്ട്. ഒരുപക്ഷെ നമുക്ക് വിചാരിക്കാം അതൊരു എല്ലാത്തിനെയും, പ്രത്യേകിച്ച് വൈദികരെയൊക്കെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു ഇതിനോടുള്ള ത്വര കാണാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു അതിൽ നെഗറ്റീവ് സൈഡ് കാണുന്നുണ്ടാവും. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാനിതിനെ വ്യക്തിപരമായി കാണുന്ന ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ്. കാരണം സമൂഹം വൈദികർ ഇങ്ങനെ ചിന്തിക്കുമോ, അല്ലെങ്കിൽ വൈദികർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ? കാരണം നമ്മളെ എപ്പോഴും നയിക്കുകയും നമ്മളുടെ കൗൺസിലിങ്ങിലും എപ്പോഴും ഒരു സഭയെ മാത്രമല്ലല്ലോ, ഒരു ഇടവകയെ മാത്രമല്ലല്ലോ, ഒരു സമൂഹത്തിന് മുഴുവൻ ഒരു വൈദികൻ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു ആശ്രയവും അത്താണിയും ഒക്കെയാണല്ലോ വൈദികൻ. അതുകൊണ്ട് തന്നെ വൈദികർക്കുണ്ടാകുന്ന ചെറിയ വീഴ്ചകളൊക്കെ നമ്മൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അത്തരം വിമർശനങ്ങൾ സ്വാഗതം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് വ്യക്തിപരമായി. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടു വൈദികൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ പൊതുസമൂഹം, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, വൈദികർ അങ്ങനെ ആത്മഹത്യ ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പറ്റുമോ? അങ്ങനെ ഒരു വൈദികനാണ്. തീർച്ചയായിട്ടും വൈദിക ജീവിതം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവവിളി, ആ ദൈവവിളിയെ ഏറ്റെടുത്ത് ജീവിതത്തെ മുന്നോട്ട് പോകുന്ന അതിവിശുദ്ധരായ, നമുക്കെല്ലാം അഭിമാനമായ വൈദികരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തെ, അങ്ങ് ഇത് വിഷയം വിലയിരുത്തുമ്പോൾ അന്ന് ഈ വിഷയങ്ങളെ നേരിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ, ആ നിലയ്ക്ക് എങ്ങനെ കാണുന്നു? സ്വാഭാവികമായും ആളുകളുടെ ഇടയിൽ ഒരു ചോദ്യമാണ്, അച്ഛനും കന്യാസ്ത്രീയൊക്കെ ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം. അത് കാരണം നമ്മൾ ഈ അച്ഛനെയും കന്യാസ്ത്രീയൊക്കെ ഒരു ഹയർ തലത്തിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരും മനുഷ്യരാണെന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഒരു മനസ്സ്. അപ്പോൾ ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ US മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സൈക്കോതെറാപ്പി നമുക്ക് പരിചയമുള്ള ചില ആളുകൾ പറയുന്നുണ്ട്. അവരുടെ US മിലിറ്ററിയിലുള്ള ആളുകൾ, അവർക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ അത് പുറത്ത് പറയാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് അവരെന്ന് അവകാശപ്പെടുന്നത്. പക്ഷെ അവർക്കും അതേതായ സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ ഈ വൈദികരും മനുഷ്യരാണ്, അവരുടെയും മാനസികാരോഗ്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് പരിഗണിക്കണം എന്നൊരു സൂചനയാണ് ഇത്തരം സംഭവങ്ങൾ കൃത്യമായും നമുക്ക് വരച്ച് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ വരുന്ന ചേഞ്ചസ് അത് അവരെയും ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വർക്ക്, ഒരു വൈദിക വൃത്തിയിലുള്ള സ്ട്രെസ്സുകൾ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഫോർമേഷൻ സമയം മുതൽ ചില കരുതലുകൾ, സൈക്കോളജിക്കൽ സ്ക്രീനിങ്സ് ആയിരിക്കാം, സൈക്കോളജിക്കൽ സപ്പോർട്ട്സ് ആയിരിക്കാം, അത്തരമൊരു മേഖലയിൽ കുറച്ചൊരു ഡെവലപ്മെൻറ്റ് സംഭവിക്കണം എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ നമുക്ക് നൽകുന്ന വ്യക്തമായ സൂചനകൾ. അപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് സിസ്റ്റം കുറേയും കൂടി ഈ നേതൃത്വ നിരയിലുള്ള നമ്മുടെ വൈദികർക്കും സിസ്റ്റേഴ്സിനൊക്കെ കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു കാലഘട്ടമായിട്ടാണ് ഈ സംഭവങ്ങളെ നമുക്ക് നോക്കിക്കാണുന്നത്. തീർച്ചയായും നമുക്ക് അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ഡോക്ടർ മേരി റെജീന, അങ്ങ് ഈ വിഷയത്തെ മാത്രമല്ല, ഇതൊരു പ്രതിസന്ധിയാണല്ലോ. നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കില്ലേ, വിശ്വാസം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് നമ്മൾ വിശ്വാസത്തിലായിരിക്കുമ്പോഴൊക്കെ നമുക്കിതിനെല്ലാം അതിജീവിക്കാനുള്ള ആത്മധൈര്യം, അല്ലെ, ജീവനെ ചേർത്ത് പിടിക്കാനും ജീവനെ പ്രഘോഷിക്കാനും ജീവനൊപ്പം സഞ്ചരിക്കാനും ഒക്കെ. അപ്പോൾ ഈ ജീവൻ, ദൈവം തന്ന ദാനമായ ജീവൻ എടുത്തു കളയാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഒരു വൈദികൻ ഉണ്ടാകുന്നത് കൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നു. അതെന്തുമായിക്കോട്ടെ, അത് മാറ്റി നിർത്താം.
ഈ നമ്മളിടയിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുന്നു എന്ന് പറയുന്നത് ഒരു ആശങ്കപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് പൊതുസമൂഹത്തെ ഉറപ്പായും വായിക്കാം. പക്ഷേ ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടൊരു ഒരു സമൂഹത്തിന് എല്ലാ അർത്ഥത്തിലും എല്ലാ സംവിധാനങ്ങളും ഇത്രയും സപ്പോർട്ട് സിസ്റ്റമുള്ള നമ്മൾ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ഇത് വരുമ്പോൾ അതിനകത്തൊരു ആശങ്ക കൂടിയില്ലേ? തീർച്ചയായിട്ടും നിതിൻ, എനിക്ക് ഈ പറയുന്ന ലിയോച്ചനെ വളരെ അടുത്തറിയുകയും വളരെ അടുത്ത് ഇടപഴകിയിട്ടുള്ളതും മണിക്കൂറുകൾ ഒന്നിച്ച് ചെലവഴിച്ചിട്ടും ഒക്കെ ഉള്ള ഒരു മകനോ സുഹൃത്തോ ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വിശുദ്ധനായ വൈദികൻ. മറ്റൊരു വൈസസും ഞാൻ പോലും ഒരു സാഹചര്യത്തിൽ അച്ഛന് മുന്നിൽ ഇത്തിരി വിഷമിച്ചിട്ടുണ്ട്. അന്ന് എന്നെ ആശ്വസിപ്പിച്ച ആളാണ്. അതിന് അന്ന് വളരെ ലോജിക്കലായിട്ട് ഇന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്നതുകൊണ്ടായിരിക്കാം ആ സാഹചര്യം ഉണ്ടായത് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച വ്യക്തിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ എന്ന് ആലോചിക്കുമ്പോൾ ആ ന്യൂസ് കേട്ട നിമിഷം മുതൽ വളരെ വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെ അപ്പം അച്ഛൻ്റെ വീട്ടുകാർക്കും ഏറ്റവും അടുത്തറിയുന്ന സുഹൃത്തുക്കൾക്കും ഒക്കെ ആ കണ്ടീഷൻ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്നാലും നമ്മളത് ചർച്ച ചെയ്യുന്നത് വിഷമകരമാണെങ്കിലും എനിക്ക് തോന്നുന്നു ദേവച്ചൻ പറഞ്ഞതുപോലെ എനിക്കറിയാം വൈദികർക്ക് ഇപ്പൊ ജൂബിലി മിഷൻ തൃശ്ശൂർ രൂപതയിലെ വൈദികർക്ക് ദേവച്ചൻ അത് തെറ്റുണ്ടെങ്കിൽ പറയണം, മെഡിക്കൽ സ്ക്രീനിങ് അല്ലെങ്കിൽ ചെക്കപ്പ് നടത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ലാബ് ടെസ്റ്റും ഇതൊക്കെ ഫ്രീ ആണ് അച്ഛന്മാർക്ക്. അതും എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്നതൊക്കെ പോലെ തന്നെ ഒരു റെഗുലർ ഇന്റർവെൽസിലൊക്കെ ചെയ്യാനുള്ള സൗകര്യവും സാഹചര്യവും നിർബന്ധവും ഒക്കെ രൂപതയിലുള്ള ഒരു രൂപതയാണ്. പക്ഷേ അച്ഛൻ ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് തോന്നിയത് അതോടൊപ്പം ഒരു അല്ല, അത് അച്ഛന്മാർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള, കാരണം ഇപ്പം ഇനി നമ്മൾ ചർച്ച ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ എത്രയോ ഉത്തമ കുടുംബങ്ങൾ എന്ന് വിചാരിച്ചിട്ട് ഇതേ ട്രാജഡികൾ ഇതിൽ അതിഭീകരമായ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്യുന്ന അത് വേറെ ചർച്ചയിലേക്ക് നമ്മൾ പോകും. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഈ കാലത്തിന്റെ ഒരു ആവശ്യമായി ഈ ഒരു മെന്റൽ സ്ക്രീനിങ്ങും അല്ലെ ഒരു മെന്റൽ സപ്പോർട്ട് സിസ്റ്റവും കൂടെ, ഫിസിക്കൽ മാത്രമല്ല അതിനോടൊപ്പം മെന്റൽ സപ്പോർട്ട് സിസ്റ്റം. കാരണം എല്ലാവർക്കും പ്രഷേഴ്സ് ഉണ്ട്. ഇപ്പൊ എനിക്കും നിതിനും എനിക്ക് തോന്നുന്നു ദേവച്ചനും വരെ പ്രഷേഴ്സ് ഉണ്ടാകും. നമ്മൾ ഒരുപാട് മേഖലകൾ വ്യാപരിക്കുന്ന അനുസരിച്ച് നമുക്ക് പ്രഷേഴ്സ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. മൊത്തം സമൂഹത്തിനും ഈ മെന്റൽ സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സൊസൈറ്റിയോ നമ്മുടെ സിസ്റ്റമോ പ്രാപ്തമല്ല ഇപ്പോൾ. നമ്മൾ ഈ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റും സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ കയറുന്നത് വളരെ മോശമായിട്ടാണ് ഇന്നും കരുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവച്ചനെ കാണാൻ പോയാൽ അവൾക്ക് പ്രാന്താണെന്ന് സൊസൈറ്റി മുദ്ര കുത്തുമോ ആ ഡിപ്പാർട്ട്മെന്റിന്റെ വാതിൽ കൂടെ പോകുന്നു. മെന്റൽ ഹെൽത്ത് സ്റ്റിഗ്മയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമ്മള് ഇപ്പൊ ഉപയോഗിക്കുന്ന വാക്കുകൾ അതൊക്കെ അത് ഒരു സ്റ്റിഗ്മറ്റൈസ്ഡ് വേൾഡിലാണ്. അപ്പൊ അത് മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ അവിടെ പോവില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ബേസിക്കലി. അപ്പം അത് ക്യൂറബിൾ ആണ്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട് എന്നുള്ളത്. ഞാൻ ആ നേരത്തെ മിലിറ്ററിയുടെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഞങ്ങൾക്കൊന്നും വരാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത മനസ്സിലുള്ളതാണ്. അപ്പോൾ ആർക്കൊക്കെ മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടാവാം എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ ആൾക്കാർ കൈവക്കില്ല. അപ്പം ഞങ്ങൾക്ക് പറയും ബ്രെയിനുള്ള ആർക്കും മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടാകാം, ബ്രെയിൻ ഇല്ലാത്തവർ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തേക്കാൾ കൂടുതൽ, കാരണം ഈ സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ ഈ വെർച്വൽ സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായതുകൊണ്ട് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ തീരില്ലല്ലോ. അപ്പം അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. പക്ഷെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ കൃത്യമായി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളിൽ, അപ്പൊ ടീച്ചർ പറഞ്ഞ ഈ ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ടിംഗ് സിസ്റ്റം കുറേം കൂടി സ്ട്രോങ് ആക്കണം. പക്ഷേ എൻ്റെ സംശയം ഫാദർ, നമുക്കിവിടെ ഈ ഞാൻ പറഞ്ഞത് ഒരു വൈദികരുടെ ഒരു സാഹചര്യത്തെ വെച്ചാൽ ഒരു വ്യക്തി എന്നല്ല അപ്പുറത്തേക്ക് എന്നൊക്കെയായിരുന്നു. സത്യം പറഞ്ഞാൽ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ കുടുംബവും വീടും എല്ലാം ഉപേക്ഷിച്ചുള്ള ഒരു യാത്ര, ഒരു ഇടവകയെ ചേർത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അല്ലെങ്കിൽ ഒരു ഇടത്തെ ചേർത്ത് പിടിച്ചുള്ള ഒരു ജീവിതമാണല്ലോ. പക്ഷെ നമ്മളുടെ ഒരു റീഡിങ്ങിൽ തീർച്ചയായിട്ടും വൈദികർ അങ്ങ് ഉൾപ്പെടുന്ന വൈദിക സമൂഹം ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഒപ്പമാണെന്നാണ് നമ്മൾ കരുതുക. അല്ലെങ്കിൽ ചുറ്റും ആളുകൾ, അല്ലെങ്കിൽ ചുറ്റും ഇടവക ജനങ്ങൾ, അല്ലെങ്കിൽ അധികാര സംവിധാനങ്ങൾ, അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്നാണ് നമ്മൾ കരുതുക. പക്ഷെ അങ്ങനെയല്ല. അങ്ങ് പറയുക വ്യക്തിപരമായി ഇവരെല്ലാം അല്ലെങ്കിൽ ഇവരെല്ലാം ഒറ്റപ്പെടുമ്പോൾ അവർക്ക് ചേർത്ത് പിടിക്കാൻ
അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ എണ്ണമൊന്നുമല്ല. അങ്ങനത്തെ ഒരു പേഴ്സണലി നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒപ്പമാകാൻ, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാനൊക്കെയുള്ള ആ ഒരു ഇൻ റിയാലിറ്റി അത്തരം സപ്പോർട്ട് സിസ്റ്റങ്ങളുടെ കുറവ് ഒരുപക്ഷെ ഉണ്ടായതാകാം ഇത്തരം ആത്മഹത്യകളുടെ കാരണം എന്ന് തന്നെയാണോ? തീർച്ചയായും അങ്ങനെയാണ്. ഒരു ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന അല്ലെങ്കിൽ വാട്ടർ എവരിവെയർ നോട്ട് എ ഡ്രോപ്പ് എന്ന് പറയുന്ന പോലെ നമുക്ക് ചുറ്റും ആളുകളുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിനുള്ള കരുതൽ. കാരണം നമ്മൾ തന്നെ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം. കാരണം നമ്മൾ മലയാളി സമൂഹം എടുക്കുക, ഏതൊരു പുരുഷനാണ് വന്നിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഇത്തിരി സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എനിക്കൊരു വിഷമമുണ്ട് എന്ന് പറയുന്ന എത്ര പുരുഷന്മാര് കേരളത്തിലുണ്ടാവും? മാത്രമല്ല, കരയുന്ന പുരുഷനെ സിനിമ മാത്രമല്ല സമൂഹവും പോലും എന്തോ ഒരു ധൈര്യക്കുറവുള്ള ഒരു വ്യക്തിയായി അല്ലേ ടീച്ചർ? അപ്പൊ അങ്ങനെയാണ്. ഞാൻ ആലോചിക്കുവാണേ, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ലിയോച്ചൻ അന്നത്തെ ദിവസം അവർക്ക് പകല് ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ തലേന്ന് പകല് അവരുടെ ബാച്ച് ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, ഗാദറിംഗ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോടും ഇതൊന്നും തുറന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെയ്തിട്ടില്ല. എനിക്ക് അടുപ്പമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെയെങ്കിൽ എനിക്ക് ദേവച്ചനോട് ഒരു ചോദ്യമാണ് ചോദിക്കാൻ. നമുക്കിത് മനസ്സിലാക്കാൻ പറ്റിയ അച്ഛനാണ് ചോദ്യം. കാരണം ഇത്ര അടുത്ത് അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു ചുറ്റും എന്താ ആൾക്കൂട്ടത്തിൽ തനിയെയാണ് നമ്മൾ ആണോ എന്നുള്ളതാണ്. നമ്മള് സാധാരണ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ്, അതിൽ നമ്മൾ പറയണ ഇംഗ്ലീഷ് ലെറ്ററിൽ എൽ വെച്ചാണ് തോന്നുന്നത്. ഒന്ന് ലുക്ക് ഫോർ പീപ്പിൾ അണ്ടർ ഡിസ്ട്രെസ്, നെക്സ്റ്റ് ലിസൺ ടു ദം, തേർഡ് ലിങ്ക് ദം. അപ്പം നമ്മൾ അങ്ങനെ ഒരു കരുതലിൻ്റെ കണ്ണോടുകൂടി കണ്ടാലേ നമുക്കറിയുള്ളൂ. അതിനു പകരം ഓക്കെ എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ആ കോഷ്യസ് അല്ല. ഇപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കാൻ മടിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ അതൊരു ഒഫൻഡിങ് ചോദ്യമായിട്ടാണ് ആളുകൾ എടുക്കാറ്. പക്ഷെ ഞാനൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ എല്ലാ ദിവസവും ചോദിക്കുന്ന സ്ഥിരമായിട്ട് ചോദ്യമാണ്. അപ്പോൾ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പാർട്ട്ണറോ അല്ലെങ്കിൽ അപ്പനോ അമ്മയൊക്കെ നമ്മളെ കണ്ണുറിപ്പിച്ച് നോക്കും, ഇതെന്ത് ചോദ്യമാണ് ചോദിക്കണേ. അപ്പൊ അവര് പക്ഷേ റെസ്പോണ്ട്, ചിലർ കരയും. കാരണം അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിലൂടെ പോകുന്നുണ്ട്, അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് സിറ്റുവേഷനിൽ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ഒരു ചോദ്യം ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ, കാരണം സ്റ്റാറ്റിസ്റ്റിക്കലി ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്ത ഒരാൾ അതിൻ്റെ ഒരു 6 മാസത്തിനുള്ളിൽ മോർ ദാൻ 60% ആളുകൾ അവരുടെ ഒരു മെഡിക്കൽ ആവശ്യത്തിനോ എന്തിനോ ഇത്തരമുള്ള ഒരു സംവിധാനങ്ങളിലൂടെ കടന്നുപോയിരിക്കും. അത് ചിലപ്പോൾ ഒരു എക്സ്റ്റേണൽ വേറെ അസുഖങ്ങളൊക്കെ ആയിട്ടായിരിക്കാം. പക്ഷെ അന്നൊക്കെ ഇത്തരം ഇവർ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഇതിനെക്കുറിച്ചൊരു കരുതൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ, ഇഫ് ദേ കുഡ് ഹാവ് ലുക്ക്ഡ് ഫോർ ഇറ്റ്, ഒരു കരുതലുള്ള കണ്ണ് വെച്ചിരുന്നെങ്കിൽ അവരത് പിക്ക് ചെയ്യുമായിരുന്നു. ശരി, നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ഈ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാം. ഇപ്പം കേരളത്തിൻ്റെ ആത്മഹത്യയുടെ കണക്കുകൾ അത് ഞെട്ടിക്കുന്നതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിലൊരു ഡേറ്റ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: 77% ആത്മഹത്യ ചെയ്തതുകൊണ്ടൊരു കണക്ക്, വർഷത്തിലെ കണക്കിൽ 77 പേര് വിവാഹിതരാണ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഈ വിവാഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം എക്സ്പീരിയൻസിൽ നിന്ന് തീർച്ചയായിട്ടും അത് ഒരു കൂട്ടുചേരലും ചേർത്ത് പിടിക്കലും പങ്കുവെക്കലും സ്നേഹവും സൗഹൃദവും എല്ലാം ചേരുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ടീച്ചർ പങ്കുവച്ചതുപോലെ നമ്മളുടെ ഷൈനി എന്ന് പറയുന്ന കുടുംബസമേത ആത്മഹത്യ ചെയ്തു. അതിനുശേഷവും നമ്മൾ സമാനമായ ഇത്തരം അല്ലേ അച്ഛൻ ഫാദർ, അതുപോലെ സമാനമായ നമ്മൾ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അതും ഈ പറയുന്ന നമ്മളെ ഒരു വിശ്വാസത്തിൻ്റെ തലം അവിടെ ഉണ്ടാകും. അതിനപ്പുറത്ത് ഒരു ഫാമിലി എന്നൊരു സംവിധാനം ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇത്രയും ഒരു കൂടെ പിടിക്കാൻ. അപ്പോൾ നമുക്ക് ഈ സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കൂടെ ഉള്ള ആളുകൾ പോലും സപ്പോർട്ട് സിസ്റ്റം ആകാതെ വരുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ടീച്ചർ ഒരു അമ്മയാണ്, അധ്യാപികയാണ്, ഇതിനെയൊക്കെ എങ്ങനെയാണ് വായിച്ചെടുക്കുക? ഒരു വലിയ ദുഃഖകരമായ സാഹചര്യമാണ് നിതിൻ. ഈ അടുത്ത് നമ്മൾ ഒരുപാട് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ ഈ ആത്മഹത്യ, സ്വയം ജീവനെ നശിപ്പിക്കലും ഒപ്പമുള്ളവരെ കൂട്ടി അവരെയും കൂടെ ജീവൻ നശിപ്പിച്ചിട്ട് കൊലപാതകം തന്നെയാണല്ലോ അത്. അങ്ങനെ പറഞ്ഞ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും അല്ലാതെയൊക്കെ ഇന്ന് ഈ വളരെ അടുത്തൊരു കുഞ്ഞിനെ പാലത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു. ചിലപ്പോൾ അവർക്കൊക്കെ മാനസിക പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യേകിച്ച് ഒരു മാനസിക വൈകല്യങ്ങളും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും
ഒക്കെ ചെയ്ത് വിദ്യാഭ്യാസവും അവർക്ക് വീണ്ടും മുന്നോട്ട് ഒരു സാധാരണ പുറത്തു നിന്ന് ഒരു തേർഡ് പേഴ്സൺ എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോൾ LLB പഠിച്ച ഒരു കുട്ടിക്ക് എങ്ങനെ വേണമെങ്കിലും ഇനിയും മുന്നോട്ട് പോകാം, ചെറുപ്പക്കാരിയാണ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും തൻ്റെ മക്കളെയുമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പഴയ കാലമല്ല, ഇന്ന് കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പല കേസുകളും അങ്ങനെയാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള അമ്മമാര്, ഒരു ഭർത്താവും ഭാര്യയും ഒരാളെ ഉപദ്രവിച്ച് അവർ തമ്മിലുള്ള പ്രശ്നത്തിന് ഗൾഫ് നാടുകളിൽ പോയിട്ട് നല്ല സ്ഥിതിയിലുള്ള ആൾക്കാര്, ഒരു കുറവുമില്ല അവർക്ക് എന്ന് നമുക്ക് തോന്നാം, എന്ന് നമുക്ക് തോന്നുന്നവർക്ക്. പക്ഷെ ഭയങ്കര ഒരു സ്ട്രെസ്സിലൂടെയോ എന്താ പറയാ അരക്ഷിതാവസ്ഥയിലൂടെയോ അവർ വിചാരിക്കുന്നിടത്തേക്ക് ഒട്ടും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന ഉത്തമ വിശ്വാസത്തിലും നിരാശയിലും പെട്ടിട്ടല്ലേ അമ്മമാര് പോലും ഇങ്ങനെ ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ദുഃഖകരമായ. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഇപ്പൊ എനിക്ക് പോലും എൻ്റെ ജീവിതം ഞാൻ വിചാരിച്ച പോലെ ഒന്നും എല്ലാ ദിവസവും അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യമല്ല. ചെറുപ്പത്തിൽ കുറച്ച് വാശിയും ഒക്കെ കൂടി ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ അറിയാം, എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെയൊക്കെ എല്ലാം തച്ചുടയ്ക്കാനും എതിർക്കാനും ഒക്കെ തോന്നും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. നമ്മളെ എങ്ങോട്ട് നോക്കിയാലും ഒരു മുറിയിൽ നമ്മുടെ എന്താ ഒരു കുരിശോ ഒരു രൂപമോ ഉള്ള കുടുംബങ്ങളാണ് നമ്മുടേത്. നോക്കുമ്പോ കാണുന്നത് ഈശോയുടെ മുഖവും മാതാവിന്റെ മുഖവും ഒരു കുരിശു രൂപവും കണ്ടിട്ടുണ്ട്. അപ്പനെ അമ്മയെ ഓർമ്മ വരും, കൂടപ്പറപ്പുകൾ ഓർമ്മ വരും. അവരൊക്കെ ഇതിനൊരു ഡെറ്ററൻസ് ആയിരുന്നു. ഇതിൽ അങ്ങനെ ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്കൊന്നും പോകാതെ നമ്മളെ പിടിച്ചു നിർത്തിയ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ പക്വത കൈവരിക്കും. പക്ഷെ ഇപ്പോ ഞാൻ ഇന്നലെയൊക്കെ കിടപ്പ് രോഗികളായവരെ നശിപ്പിച്ചിട്ട് സ്വയം ആത്മഹത്യ ചെയ്യുന്നു, മക്കളടുത്തില്ലാത്തവർ വയോധികർ ജീവിതം നശിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരുപാട് ഇൻസ്റ്റൻസസ്. വെറുതെ എങ്കിലും ഞാൻ അമോറിസ് ലെറ്റീസിയൊക്കെ ഓർത്തു പോവാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ വിട്ടു പോയെങ്കിലും അത് നല്ലോണം ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ആ അമോറിസ് ലെറ്റീസിയയിൽ പാപ്പ ഈ ഓരോ സന്ദർഭത്തിലും എങ്ങനെയാണ് പെരുമാറേണ്ടത്, പ്രത്യേകിച്ച് കുടുംബസ്ഥരായവരെ എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എവിടേക്കോ നമുക്ക് ഇങ്ങനത്തെ പ്രബോധനങ്ങളുടെ കുറവുണ്ടോ എന്നൊരു തോന്നൽ, അത് സഭയിലും കുടുംബത്തിലും ഒക്കെ നൽകേണ്ട സമയത്ത് നൽകാതെ പഠിപ്പിനും ലൗകികമായ എലമെന്റ്സ് മറ്റു കാര്യങ്ങളിൽ മെച്ചപ്പെട്ട ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മനസ്സിനെയും ആത്മാവിനെയും രക്ഷിക്കാൻ. പിന്നെ ഞാനും ദേവച്ചനും കൂടെ ഡിസ്കസ് ചെയ്യായിരുന്നു, എല്ലാം അവസാനിച്ചെന്ന് തോന്നാൻ നമ്മൾ പഠിപ്പിക്കുന്ന എന്താ, നമുക്ക് ഇനിയും ഒരു ജീവൻ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. മരണാനന്തര ആത്മാവിനെ രക്ഷപ്പെടുത്തണം എന്നൊരു തോന്നലില്ലേ. പ്രത്യേകിച്ച് ഞാൻ ലിയോച്ചന്റെ കാര്യത്തിലൊക്കെ ആലോചിച്ചു, അച്ഛൻ എത്ര പ്രാവശ്യം ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാകാം, മറ്റുള്ളവരെ ഉപദേശിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതെല്ലാം തകർന്നു പോകുന്ന ഒരു നിമിഷം അവർ സ്വയം ജീവൻ അവസാനിപ്പിക്കുന്നത് തീർച്ചയായും സഭയും നമ്മൾ ഓരോരുത്തരും ഈ സമൂഹവും ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുടുംബത്തിലും പുറത്തും എല്ലാവരും ഒരു അമ്മയുടെ മക്കളാണല്ലോ. എനിക്ക് തോന്നുന്നു അമ്മമാരുടെയും ഒരു ഫെയിലിയർ ആയിട്ട് ഒരു അമ്മ എന്ന നിലയിൽ പിന്നെ ഭയവുമാണ് നിതിനിപ്പോ. ഇതുകൊണ്ട് തന്നെ നമുക്ക് മക്കളോട് എന്തെങ്കിലും ശാസിക്കാൻ ഭയം, വിദ്യാർത്ഥികളെ ശാസിക്കാൻ ഭയം, സഹപ്രവർത്തകരോട് എന്തെങ്കിലും തിരുത്താൻ ഭയം. കാരണം നമ്മൾ വിചാരിക്കും തിരുത്തിയാൽ പോലും നമ്മൾ നല്ല ഇന്റൻഷൻ, ദ ബെസ്റ്റ് ഓഫ് ഇന്റൻഷൻസിൽ ചെയ്താലും അവരെങ്ങനെ അത് ഉൾക്കൊള്ളുന്നു, ഇതാണോ അടുത്തത് ഇവർ ചെയ്യാൻ പോകുന്നത്, എഴുതി വെച്ചിട്ട് വല്ലതും ചെയ്താലോ എന്നൊക്കെ നമ്മളിങ്ങനെ കോളേജിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവർ തിരുത്തപ്പെടുന്നില്ല. ഇവിടെ അച്ഛൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണല്ലോ. അപ്പം നമുക്ക് ഈ ഒരു പ്രത്യേകിച്ച് ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലൊക്കെ, അല്ലെങ്കിൽ ഇത്രയും നമ്മൾ കരുതുകയാണ് ഇത്രയും സപ്പോർട്ട് സിസ്റ്റവും ഇത്രയും സംവിധാനങ്ങളും അതിൻ്റെ എല്ലാം ഒരു ചൈതന്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പോലും നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ അവിടുന്ന് നമ്മൾ സ്വയം അതിൽ നിന്ന് പോവുകയാണല്ലോ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങ് പറഞ്ഞതുപോലെ വിശ്വാസം ഉള്ള, പ്രത്യേകിച്ച് ഒരു ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് മുമ്പ്. അവരൊക്കെ ഇത്തരം ആത്മഹത്യയിൽ നിന്നൊക്കെ അധികം മുന്നോട്ട് പോകുന്നത് അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റമാണല്ലോ വിശ്വാസം എന്ന് പറയുന്നതൊക്കെ. ഇപ്പം അതിൻ്റെ ആ കഥകൾ, ആ ഒരു ഡേറ്റയിൽ നിന്നൊക്കെ നമ്മുടെ കാലം
മാറിയിട്ടുണ്ടെന്നു കൂടിയല്ലേ ഇത്തരം ഇൻസിഡൻറ്റുകളുടെ ഒരു വായനയെ കാണേണ്ടത്? ഇപ്പൊ ഇത് ഈ പറഞ്ഞ രണ്ട് കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ ഒരു ഡിസ്കഷൻ പോയിന്റ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ സയന്റിഫിക്കലി ആത്മഹത്യ ചെയ്യുന്ന ആളുകളിൽ 90% ആളുകൾക്ക് എന്തെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവരോട് ഡിപ്രസീവ് കോഗ്നിഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഡിപ്രസീവ് തോട്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അപ്പം ആദ്യം വരുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെർത്ത്ലെസ്, എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല. 2, ഹെൽപ്ലെസ്, എന്നെ ആർക്കും സഹായിക്കാൻ പറ്റില്ല. 3rd വൺ, ഹോപ്പ്ലെസ്, ഇനി പ്രത്യാശകളൊന്നുമില്ല, ദൈവത്തിൽ പോലും പ്രത്യാശയില്ല. അപ്പൊ അവസാനത്തെ പോയിന്റ് ഓഫ് ഇതാണ് നമ്മുടെ അവസാനത്തെ അത്താണി എന്ന് പറയുന്നത് ദൈവത്തിലാണല്ലോ. ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്നൊരു ഇത്. അപ്പൊ അതൊരു ഡിപ്രസീവ് കോഗ്നിഷൻസ്. അത് ബേസിക്കലി ഒരു ഡിപ്രസീവ് ഡിസോർഡർ വരുമ്പോഴാണ് അങ്ങനെ കൃത്യമായിട്ട്. ഇപ്പോൾ ദീപിക പദുക്കോൺ എന്ന് പറയുന്ന സിനിമ നടി, അവരുടെ 2014 ഇന്റർവ്യൂലാന്ന് തോന്നുന്നു, അവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ ക്രൈസിസ് സിറ്റുവേഷൻ എന്തായിരുന്നു. അപ്പോൾ അവർ പറയാണ് ഡിപ്രഷൻ. അപ്പോൾ അവർക്ക് എന്തിൻ്റെ കുറവാണ്? സൗന്ദര്യത്തിൻ്റെ കുറവാണോ, സിനിമ കുറവാണോ, ഇതിൻ്റെ കുറവാണോ? അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരു വിഷാദത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പം അങ്ങനത്തെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യണം. അത് ഒരാൾ കുഴിയിൽ ഇറങ്ങിയിരിക്കുന്ന പോലെയാണ്. അയാൾക്ക് നമ്മൾ ഏണി വെച്ചു കൊടുക്കാനേ വേണം. നമ്മൾ മുകളിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. വി ഷുഡ് ഹെൽപ്പ് ഹിം. ആ ഒരു ഹെൽപ്പിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഒരു മെഡിക്കൽ ഭാഗം അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഭാഗം. മറ്റൊരു തലമാണ് വിശ്വാസത്തിന്റെ തലം. ഈ കോഗ്നിഷൻ എന്ന് പറഞ്ഞ ചിന്തയാണ്. അപ്പം ഈ ചിന്തയുടെ തലങ്ങളിൽ വിശ്വാസത്തിന് കൃത്യമായ റോളുകളുണ്ട്. അപ്പം നമ്മളൊരു വിശ്വാസ സമൂഹം, നമ്മൾ ബൈബിള് പുതിയ നിയമം മുഴുവൻ എടുക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബോഷന്മാരാണെന്ന് പൗലോസ് പറയുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ലോകം ഇവിടെയാണ്. നമ്മുടെ ഇന്ന് റീൽസോ ഷോർട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അറിയും ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, അധികം നാളില്ല, മാക്സിമം എൻജോയ്മെന്റ്. അപ്പൊ ആ എൻജോയ്മെന്റിന് തടസ്സം വരുന്ന സോഷ്യൽ സെനേരിയോസ് വരുമ്പോൾ മൈ ലൈഫ് ഈസ് മീനിങ്ലെസ് എന്നൊരു ചിന്ത വരാണ്. അപ്പൊ ഒരു റീഓറിയന്റേഷൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ സ്വർഗകേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നവരാണെന്നൊരു ബോധ്യം കൃത്യമായും, കാരണം ഈശോനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രലോഭനങ്ങൾ ഉണ്ടാകും, പക്ഷെ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കും. അപ്പൊ ആ ഒരു ഫെയ്ത്ത് ഉള്ളില് നമ്മൾ 3 Idiots സിനിമയിൽ പറയണ്ട ഓൾ ഷാൽ ബി വെൽ, അത് പറഞ്ഞിട്ടാണ് അതിലെല്ലാവരും ചെയ്യണേ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം സാധ്യമാണെന്ന ഒരു ക്രിസ്ത്യാനിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ അങ്ങനെ ഒരു ശീലം നമ്മുടെ ഉള്ളിലില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞ ഒരു കാര്യമാണ്, ഇന്ന് എനിക്ക് പേടിയാണെന്ന്. എന്തുകൊണ്ടാണ് ഇന്ന് പേടിയാകുന്നത്? കാരണം നമ്മൾ അങ്ങനെ ട്രെയിൻഡ് ആയേക്കണേ. പണ്ടത്തെ ഒരു 5 പിള്ളേരുള്ള വീട്ടില് പല കാര്യങ്ങളോടും നോ പറഞ്ഞിട്ടാണ് പിള്ളേര് വന്നേക്കണേ. ഇന്നിങ്ങനെ നോ പറയണ സെനേരിയോസ് ഇല്ല. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നു, അത് ചെയ്തു വരുന്നു, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സംഭവം കൃത്യം വരുന്നു. അപ്പൊ നോ പറയുന്ന പ്രതിസന്ധികളോട് നേരിടുന്ന ഒരു മെന്റൽ മേക്കപ്പ് തന്നെ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു സെനേരിയോ വിശ്വാസപരമായും ഒരു മെന്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവിലും അങ്ങനത്തെ ചില കാര്യങ്ങളിൽ ഒരു പൊളിച്ചെഴുത്തലുകൾ നടക്കണം, ഒരു ട്രെയിനിങ്, ഒരു മോഡിഫിക്കേഷൻ. ഈവൻ എനിക്ക് തോന്നുന്നു സെമിനാരിയിൽ പോലും അത്തരം ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ഉണ്ട്. കാരണം പണ്ട് സെമിനാരികളിലൊക്കെ നമ്മളൊരു വായിക്കും ഒരു കാര്യം തെറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെയാണ് കറക്ഷൻ. ഇന്നിപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്താൽ അവനെന്ത് തോന്നും? പണ്ടത്തെ കപ്പുച്ചിന് ഇതിലൊക്കെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുട്ടുകുത്തിയാണ്, ബാക്കി എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മുട്ടുകുത്തി നമ്മൾ പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും പോയി നമ്മൾ ബെഗ് ചെയ്ത് കഴിക്കുന്നു. അപ്പം അന്ന് അതൊരു ടഫ് ഇതായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ ദേ വർ വെരി ടഫ് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു റെസിസ്റ്റൻസ് വരുന്ന ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൈൻഡും ഭയങ്കര സോഫ്റ്റ് ആണ്. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത്, ഞാനിത് പറഞ്ഞ ഇനി എങ്ങനെ എഴുത്തു വെച്ച് എനിക്ക് പണിയാവൂ എന്നൊരു ചോദ്യം വരുന്നൊരു കണ്ടീഷൻ. അപ്പൊ ആ ഒരു സെനേരിയോ നമ്മുടെ പിള്ളേരുടെ ഫോർമേഷനിൽ തന്നെ നോ പറയാൻ പഠിപ്പിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ വൈദികരാകുന്ന ഘട്ടത്തിൽ അതിനുശേഷം നമ്മൾ ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഈ സംവിധാനങ്ങൾ, അങ്ങനെയെങ്കിൽ അത് വൈദികർക്ക് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്നല്ല, വൈദികരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സന്യാസ സമൂഹങ്ങൾക്കൊക്കെ നമ്മൾ കരുതുക എന്താണ്, ഇവരെല്ലാം വളരെ കംഫർട്ടിലാണ്, എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നു, അങ്ങനെ ഒരു ധാരണ കൊണ്ടാണോ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആ നിലയ്ക്ക് പേഴ്സണലി ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്? അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്തരം ഇടങ്ങൾ, പ്രത്യേകിച്ച് വൈദികർക്ക് ഇതൊക്കെ തുറന്ന് സംവദിക്കാനും കൗൺസിൽ ചെയ്യാനും അങ്ങനെ സ്വയം ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത്. കുമ്പസാരം എന്ന വലിയ അനുരഞ്ജനത്തിന്റെ വേദി നമുക്കുമുണ്ട്, വൈദികർക്കും ഉള്ളതാണല്ലോ. പക്ഷെ അത് നമ്മൾ വിചാരിച്ച പോലെ അതിനകത്ത് എന്താണ് അച്ഛൻ്റെ ഒരു കമന്റ് ഓൺ ദാറ്റ്?
നമ്മൾ ഈ ഒരു കുമ്പസാരം നമ്മളിപ്പോൾ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നു, നമ്മുടെ ഇതുകൾ ചെയ്യുന്നു. അപ്പം നമ്മൾ ചില സിറ്റുവേഷനിൽ നമുക്ക് ദൈവം പോലും ക്ഷമിക്കില്ല എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് എപ്പോഴാണ്? ഇപ്പൊ വിശ്വാസിയായ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പോലും കാര്യങ്ങൾ പോയി എന്ന് എനിക്ക് തോന്നുമ്പോഴാണ്. നമ്മുടെ അവസാനത്തെ അത്താണ് ഈ ദൈവമുള്ളത്, ദൈവത്തിന് പോലും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ് തന്നെയാണ് ആ നിലയ്ക്ക്. അപ്പൊ അവളുടെ വിശ്വാസത്തിന്റെ ഡൈമെൻഷൻസ് ഉണ്ട്. എനിക്കെന്ത് അല്ലെങ്കിൽ ഈ ദാവീദിനെ പോലെയല്ല നമുക്ക് പറയാം, എന്റെ വശത്ത് 1000-ങ്ങളും 10,000-ങ്ങളൊക്കെ വീണാലും ഞാൻ ഉറച്ചു നിൽക്കും. എന്റെ ചോദ്യം, നമ്മൾ അച്ഛന്മാരിൽ നിന്ന് അല്ല ഞങ്ങളും ഒക്കെ ചെയ്യേണ്ടത്, നമ്മൾ ജീവിക്കുന്നത് മുന്നോട്ട് പോകുന്നത് എന്നും ഈ പ്രത്യാശ നമുക്ക് ദൈവകൃപയാണ്. അല്ലെങ്കിൽ ഏത് മനുഷ്യനും ഏത് നിമിഷവും ഇത് ചെയ്തു പോകും. അപ്പം പ്രാർത്ഥനയുടെയോ ദൈവാഭിമുഖ്യത്തിന്റെയോ കുറവ് പുതിയ തലമുറയിൽ എന്ന പോലെ ആ പുതിയ തലമുറ പുതിയ തലമുറയുടെ ആൾക്കാർ തന്നെയാണല്ലോ വൈദികരാകാൻ. അത് അവരുടെ ഒരു സൈക്കോളജിക്കൽ ഇതിലുണ്ടാവും, ഒരു മേക്കപ്പിലും ഇതിലൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവര് ലൈഫിനെ കാണുന്ന പെർസ്പെക്റ്റീവ്സ് അതൊക്കെ വളരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെ ഇപ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ ഇപ്പം നമ്മുടെ ജോൺ ഓഫ് ദി ക്രോസ് എത്രയോ വർഷം ഒരു സെല്ലിൽ കിടന്നു. ഇന്നൊരു അച്ഛൻ അങ്ങനെ കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവരച്ഛൻ അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പൊ അച്ഛന് വേണ്ടി യൂട്യൂബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷെ ജോൺ ഓഫ് ദി ക്രോസ് അങ്ങനെ കിടന്നപ്പോഴാണ് ഏറ്റവും മനോഹരമായ കൃതികൾ അദ്ദേഹത്തിന്റെ ഇതിനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എൻഡ്യൂറൻസ് പൊതുവെ ഒരു കുറവുണ്ട് എന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കണം. ഫോർമേഷനിലും അത് ഡീൽ ചെയ്യാൻ നമ്മൾ ഒരു ട്രെയിനിങ് ആ രീതിയിൽ കുറച്ചും കൂടി ഒരു റീഓറിയന്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു സ്റ്റിഗ്മ ഉള്ളത് കൊണ്ടേ നമ്മൾ പൊതുവെ ഹെൽപ്പ് സീക്ക് ചെയ്യില്ല. ഞാൻ ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ഇന്നയാളെ കാണാൻ പോയാൽ അത് പ്രശ്നമാവോ എന്ന് സമർപ്പിതരുടെ ഇടയിൽ കൂടുതലായിരിക്കും. പക്ഷേ സാധാരണക്കാര് പക്ഷെ കുറെ കൂടി ഓപ്പൺ ആയി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതെന്താ വെച്ചാൽ ഇപ്പൊ മക്കളെയൊക്കെ കൊണ്ടുപോകണ്ടേ. ഇപ്പൊ ഓരോ എക്സാമിനേഷന്റെ ഫിയർ വരുമ്പോഴും ഒക്കെ മക്കളെ കൊണ്ടുപോകുന്ന പാരന്റ്സ് എന്നോട് തന്നെ കൺസൾട്ട് ചെയ്ത് പോയവരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കറിയില്ല കാരണം അങ്ങനെ തോന്നുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ വിഷമം തോന്നുന്നത് ശരിയല്ല. അത് അങ്ങനെ ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ പണ്ടത്തെക്കാളും കൂടുതൽ ആളുകൾ ഓപ്പൺ ആണ്. ഞാൻ കൂടുതൽ ഇങ്ങനത്തെ വേദികളിൽ സംസാരിക്കും, കുറെ ആളുകൾ ഓൺലൈനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. എനിക്കിങ്ങനെ എൻ്റെ പെരുമാറ്റത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു വരുന്ന കുറേ ആളുകൾ, ഹെൽപ്പ് സീക്കുന്ന കുറേ സമർപ്പിതർ ഉണ്ട്. അപ്പോൾ അവർ ഏറ്റവും എഫക്റ്റീവായി അവരുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഇറ്റ്സ് ഓക്കെ ടു ഫീൽ സാഡ്, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ആങ്ഷ്യസ്, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം. പിന്നെ എനിക്ക് തോന്നുന്നു എന്തൊക്കെ സംഭവിച്ചാലും തിരിച്ചു ആ പ്രത്യാശ എന്നുള്ള തിരിച്ചൊരു വരവുണ്ട്, നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള ആ പ്രത്യാശ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ സമൂഹത്തിലും ചെറുപ്പക്കാർക്കും ഒക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായും പ്രത്യാശയാണ് നമ്മെ മുന്നോട്ട് നയിക്കാൻ പ്രേരകമാകുന്ന ഏറ്റവും വലിയ ഘടകം. വിശ്വാസത്തെ ചേർത്ത് പിടിച്ചുള്ളൊരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും ഈ ജീവിതയാത്രയിൽ കാലിടറുന്ന ഒത്തിരി വ്യക്തികൾ, നമ്മൾ ആദരിക്കുന്ന വ്യക്തികൾ, നമ്മുടെ മുമ്പിൽ പുഞ്ചിരിക്കുന്ന വ്യക്തികൾ, എല്ലാം തികഞ്ഞ് നമ്മൾ കരുതുന്ന വ്യക്തികൾ, എല്ലാം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തികൾക്കൊക്കെ കാലിടറുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾക്ക് ആരെയെങ്കിലും ടച്ച് ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമുക്കുമുണ്ടോ, നമുക്കും അതിൽ ചെറിയൊരു പങ്കില്ലേ എന്നൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കാനും അവരൊക്കെ സുഖമാണോ എന്നോ അല്ലെങ്കിൽ അവരൊക്കെ ഓക്കെ ആണോ എന്നെങ്കിലുമൊക്കെ നമുക്ക് ചോദിക്കാൻ സാധിക്കുമ്പോൾ പോലും ഒരു പക്ഷേ വലിയ ആത്മഹത്യയുടെ അല്ലെങ്കിൽ ജീവൻ എടുക്കുന്ന സാഹചര്യങ്ങളെ പോലും തരണം ചെയ്യാൻ നമുക്കൊരു പക്ഷേ സാധിച്ചേക്കും. അതിനുമെല്ലാം അപ്പുറത്തേക്ക് ദേവച്ചൻ പറഞ്ഞു വച്ചതുപോലെ തീർച്ചയായിട്ടും നമ്മൾ കാലിടറുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു കുറവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ അതിന് ഹെൽപ്പ് എടുക്കാൻ അല്ലെങ്കിൽ കറക്ഷന് വിധേയമാകാൻ അതിന് ഏറ്റവും പ്രൊഫഷണലി അത് ചെയ്യുന്ന ദേവച്ചനെ ഉൾപ്പെടെയുള്ള ആ പ്രൊഫഷണൽസിൻ്റെ സഹായം, അവരുടെ ഒരു സപ്പോർട്ട് നമ്മൾ വാങ്ങി അങ്ങനെ നമ്മളുടെ ജീവിതത്തെ തിരുത്തലുകളൊക്കെ വരുത്തി ഈ ദൈവത്തിൽ വിശ്വസിച്ച് പ്രത്യാശകൾ സഞ്ചരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളുടെ ജീവൻ ഏറ്റവും സുഭദ്രമായി അത് ദൈവം നമുക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പാദ്യത്തെ ചേർത്ത് പിടിച്ചുള്ളൊരു ജീവിതം അതെല്ലാവർക്കും ഉണ്ടാകട്ടെ. ദ ഷെക്കൈന ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.